ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റൂം. ഈ ഒരു റൂം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് മുമ്പ് നമുക്ക് അതിലൊരു പാട്ട് കിട്ടും. ലോക്കൊന്നും വർക്കാവുന്നില്ല. ലോക്ക് അടിക്കാം. റീട്രൈ വൈഫൈക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാട്ട് കിട്ടെ. നമ്മൾ ഫൈനലി പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഇതേപോലത്തെ ഒരു ഹെഡ്സെറ്റും ഇതേപോലെ സ്റ്റീരിയോ അല്ലെങ്കിൽ നിങ്ങളെ ഇതേപോലെ ഏതെങ്കിലും ഓക്സ് ഉള്ള ആംപ്ലിഫയറോ അല്ല അങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു 30 രൂപ എടുത്തുകൊണ്ട് ഈ ഒരു കണക്ടർ കിട്ടും. പിന്നെ അതിനകത്ത് 2 പോർട്ട് വരുന്നുണ്ട്. നമ്മളൊരു മെയിൽ പോർട്ടും വരുന്നുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം ഈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഏതാണ് ഓഡിയോ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഓക്സ് കേബിൾ വേണം. അതായത് ഓക്സ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ഹോളിലോട്ട് വെച്ചിട്ട് 2 പോർട്ടും ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് മറ്റേത് കണക്ട് ചെയ്ത് ഇതിപ്പോൾ നമുക്ക് ഒരു ചാർജർ പോർട്ടും ഔട്ടുണ്ട്. നമുക്ക് അല്ലാതെ USB കുത്താനും പറ്റും. അല്ലാതെ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് നമുക്ക് ഈ ഒരു കേബിൾ കൊണ്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ലൈറ്റ് ഹെഡ്ഫോൺ കത്തിച്ചെടുക്കാൻ പറ്റും. ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റാണ് ഇത്. ഓബിയസ്ലിക്ക് ഔല എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. ഇത് കൊള്ളാം ഗൈസ്. പക്ഷേ ഇതിൻ്റെ ഇവിടെ ഒന്നും അത് ചെയ്യേണ്ട കുഷൻ കണ്ടോ, ഒന്നും വലിയൊരു കംഫർട്ട് കിട്ടത്തില്ല. നമുക്ക് തോനെ നേരം വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഓവർ ബേസും ഒന്നും കിട്ടത്തില്ല. അതാണ് ഇവിടെ ആണെങ്കിൽ വോളിയം കൺട്രോൾ അല്ലാതെ. പിന്നെ എൻ്റെ മൈക്ക് നല്ല മൈക്കാണ്. പിന്നെ നമുക്ക് പാട്ട് സെറ്റ് മറ്റ് ഇത് 2 എടുത്ത് കണക്ട് ചെയ്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് എല്ലാം പോയല്ലേ ഓക്സ് കേബിൾ ഓക്സ് ഒന്ന് എടുത്ത് കണക്ട് ചെയ്ത് ഒരു സൗണ്ട് കേൾക്കാം. സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. കണക്ട് ചെയ്ത് അതിനകത്ത് എവിടെ കണക്ട് ചെയ്തു. ഓ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഇവിടെ ആണ് അതിന് വേണ്ടിയിട്ടുള്ള പവറെല്ലാം നമ്മൾ കൊടുത്തിട്ടേക്കുന്നത്. ഒന്ന് ഒതുക്കാം. ഈ ബാറ്ററി നേരെ താഴോട്ട് വയ്ക്കാം. ഈ 2 ബാറ്ററി ചാർജ് ആകാൻ വേണ്ടിയിട്ട് ആ ഒരു സാധനം എടുത്തേക്കുന്നുണ്ടോ, ആ ഒരു സാധനം ഉണ്ടോ. ഇതാണ് ഇത്. ഈ 2 ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ട മറ്റേ മൊഡ്യൂള്. ഇത് വെച്ചിട്ടാണ് ഈ ലൈറ്റിനെ കണ്ട ഇതേപോലെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ സാധനമാണ്. പിന്നെ ഈ ബാറ്ററി എടുത്ത് വയ്ക്കാം. +1 ക്ലാസ് തുടങ്ങി. അതുകൊണ്ട് ഇതെല്ലാം വൃത്തിയാക്കാം. ക്യാമറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വൃത്തിയാക്കില്ല. ഇത് നമുക്ക് വലിയ കാര്യമാക്കേണ്ട വയറല്ല. അതുകൊണ്ട് അതിന് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കേബിൾ കിട്ടില്ല. ഇതാണ് സബിന് ഓഡിയോ ഔട്ട് പോകുന്നത്. ഇതാണ് സബിന് വേണ്ടിയിട്ടുള്ള കറണ്ട് വന്ന വയർ. നമുക്ക് ഇച്ചിരി സൈഡിലോട്ട് പിടിക്കാം. സ്റ്റീരിയോ ഇപ്പോൾ വീണേനെ നല്ല കനമുണ്ട്. അവിടെ തള്ളാം. ഇവിടെ നമ്മൾ കുറേ സാധനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്പ്രേ പെയിൻ്റ് അടിച്ചത്. നമ്മൾ സാധാ പെയിൻറ്റ് വെച്ച് അടിക്കാൻ നോക്കിയിട്ട് ഇതൊന്നും പോകുന്നില്ല. 2-3 കോട്ട് അടിച്ചാൽ എന്നിട്ട് ഇതൊന്നും പോകുന്നില്ല. അങ്ങോട്ട് വീഴുകയും നോക്കിപ്പോൾ ഇത് 2 ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പിക്സലിൽ എൻ്റെ പേര് നിയോൺ കൊടുത്തിട്ടുണ്ട്. കാണിച്ചുതരാം. നിയോൺ കൊടുത്തിരിക്കുക. ഇതാണ് നിയോൺ. ഇതാണ് നിയോൺ നമ്മൾ സെറ്റ് ചെയ്താൽ ലൈറ്റ്. നമുക്കുള്ളൊരു ഫുള്ളൊരു ഗെയിമിങ് സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഗെയിമിങ് ചെയറൊക്കെ വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിക്കാം. ഈ ആമസോണിൻ്റെ ഏതാണ് സ്പെഷ്യൽ സെയിലൊക്കെ കുറേ സെയിലൊക്കെ ഉണ്ടല്ലോ. ഒരു ഗെയിമിംഗ് ചെയർ വാങ്ങിക്കാനാണ് പ്ലാൻ.
അതെല്ലാം ഒതുക്കി. ഓ ഗൈസ്, ഒരു കാര്യം മറന്നു, സ്റ്റീരിയോ എടുക്കാൻ മറന്നുപോയി. സ്റ്റീരിയോ അവിടെ ആണ്ടിരിക്കുകയാണ്. ഓക്കെ 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 മാസ്കാണ്. ഇതിപ്പോൾ ഫോൺ പോയാണ്. അതെ, സാധനത്തിന് ഒഴിവൊന്നുമില്ല. ഫിറ്റ് കൊടുക്കാൻ ചേർത്തില്ല. ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഈ സാധനം എല്ലാം വെച്ചിട്ട് കേറുന്നില്ലല്ലോ. സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം കണ്ടു. ഇപ്പം ഹെഡ്സെറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും. നോക്കട്ടെ. സൗണ്ട് കൂടെ കുറച്ചിട്ടേക്ക് വേണം. സൗണ്ട് കൂടി ഇപ്പം കേൾപ്പിക്കാം. സെറ്റ് ചെയ്ത് ഇനി ഇവിടെ തൂക്കണം. പിന്നെ സബ് സ്പീക്കർ സ്പൈനർ ഇരിപ്പുണ്ട്. പക്ഷെ സ്പൈനർ കുളത്തിൽ നമ്മളിപ്പോൾ ഇതിനെ കട്ടിലിൻ്റെ അടിയിൽ നമുക്ക് വേറെ ആംപ്ലിഫയർ ഇരിപ്പുണ്ട്. പിന്നെ സോൾഡർ ചെയ്യണം. ഇതാണ് നമ്മൾ റൂമിൽ പെയിൻ്റ് അടിക്കാൻ വാങ്ങിച്ച ഇതിൻ്റെ ഫ്രണ്ട് ഏഷ്യൻ പെയിൻറ്റിൻ്റെ പെയിൻറ്റ്. ഇത് 5 ലിറ്റർ ആണ്ടാണ്. അത് സെറ്റ് ചെയ്ത് പിന്നെ ഹെൽമെറ്റ്, ഷർട്ട്. ഇപ്പം ജിമ്മിൽ പോകുന്നത് നമ്മൾ ക്രിയാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ക്രിയാറ്റിൻ. ഇത് അമേരിക്കൻ മസിൽസിൻ്റെ ക്രിയാറ്റിനാണ്. കോള ഫ്ലേവറാണ്. പിന്നെ നമുക്ക് ബാക്കി പരിപാടിയോ. പിന്നെ ജിം ബാഗ്, ഏതോ വർഷത്തെ പുസ്തകം, വയ്ക്കാം, റൈറ്റിംഗ് ബോർഡ്. ഇതാണ് SSLC ഞാൻ എഴുതിയ എൻ്റെ റൈറ്റിംഗ് ബോർഡ്. അത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വയറിവിടെ നല്ല ലൂസാണ്. അത് നമുക്ക് കറക്റ്റ് കൊടുത്തിട്ടില്ല. അത് നമുക്ക് ഈ ഒരു നട്ട് ഇങ്ങനെ ലൂസാക്കിയിട്ട് ഈ നട്ട് ഇങ്ങനെ ലൂസാക്കിയിട്ട് കയറ്റിയിരിക്കാം. പക്ഷെ നമ്മൾ ചുമ്മാ വയ്ക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മളെ ആമ്പിന് ഇൻസൈഡ് വരുമ്പോഴത്തേക്ക് ഇതൊരു RB പ്ലസിൻ്റെ 400 വാട്ട്സിൻ്റെ ബോർഡാണ്. ഇത് നമ്മുടെ ഇരുന്നൊരു സോണിയുടെ പഴയ ഡെക്കിലെടുത്തൊരു എന്താണ് ട്രാൻസ്ഫോമറാണ്. പിന്നെ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുമ്പോഴത്തേക്ക് അതാണ് എൻ്റെ ഫ്രണ്ട്. ഇതാണ് നമ്മൾ സബിന് വേണ്ടിയിട്ടേക്കുന്നത്. ഇവിടെ നേരത്തെ എന്താ ഈ RC ബോർഡറായിരുന്നു. പക്ഷേ അത് വെച്ചപ്പോഴത്തേക്ക് നല്ല ഹമ്മിങ് വന്നു. പിന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ ഇതാണ് നമ്മളെ റൈസ് കാണിച്ചത്. ഇതാണ് നമ്മുടെ സ്റ്റീരിയോ. ഇന്ന് വന്നിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ മാറ്റിയെടുക്കുന്ന സാധനമാണ്. ഈ ക്യാബിനറ്റിൽ അടച്ചു. ഇതിനെ തിരിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഇതിനെ തിരിച്ചു വയ്ക്കാൻ പറ്റുമോ? ഈ സാധനം തിരിച്ചു വെച്ച് ഇതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ലുക്ക്. ഇവിടെ ആയിട്ട് നമ്മളൊരു ഗെയിൻ്റെ സ്വിച്ചാണ് കൊടുത്തത്. അതായത് ഗെയിൻ്റെ സ്വിച്ച് അല്ല, ഗെയിൻ്റെ ഓഡിയോ കൺട്രോളാണ്. ഇതാണ് മെയിൻ ഓഡിയോ കൺട്രോൾ. ഇതിലെല്ലാം നമ്മൾ പെയിൻറ്റ് അടിച്ചപ്പോഴത്തേക്ക് ഈ പെയിൻറ്റ് കണ്ടിട്ടുണ്ട്. ഡാർക്ക്. അത് നമുക്ക് ക്യാബിൻ ക്ലോസ് ചെയ്യാം. ഇതൊരു വലിയൊരു ക്യാബിനാണ്. ഇതിനെ പെർഫെക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ടില്ല. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പെർഫെക്റ്റ് ആയി. മഞ്ഞ സബിന് ഓലയും കൊടുത്ത് നോക്കാം. സാധനം തുടങ്ങി. മാത്രമേ ഓളിയും നല്ല അത്യാവശ്യം നമ്മൾ ഓളിയും വെച്ചിട്ടുണ്ട്. ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഇതൊന്നും ചെയ്യാനില്ല. ഈ ബോക്സിനെ എടുത്തിട്ടുണ്ടെല്ലാം വയ്ക്കാം. പിന്നെ ഒരു ഫ്ലൈറ്റിൻ്റെ പീസുണ്ട്. ഓക്കെ, ഫ്ലൈറ്റിൻ്റെ പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എല്ലാം തൂക്കണം. പിന്നെ ഇവിടെ തറ കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട്. ഒന്ന് സെറ്റ് ചെയ്യാം.
ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുഖത്ത് കുരു ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു സാധനം വെച്ചിട്ടാൽ മതി. നമ്മൾ പുനലൂർ ഹോസ്പിറ്റലിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയപ്പം അവർ റെക്കമെൻഡ് ചെയ്തതാണ്. ഇതിൻ്റെ പേര് ക്ലിയർ ജെൽ AP എന്നാണ്. ഇതിന് 300 രൂപയാണ് റേറ്റ്. പക്ഷേ പെട്ടെന്ന് കുരുവൊക്കെ മാറും. കുരു മാത്രമല്ല ഈ പാട് മാറാൻ വേണ്ടിയിട്ടാണ്. കുരു വന്ന ഈ ആക്നീന്ന് വിളിക്കുന്ന സാധനം മാറാം. പിന്നെ ഇതാണ് സോണിയുടെ സാധനം, അതൊക്കെ മാറ്റി വയ്ക്കാം. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ മറ്റേ പേപ്പർ. റിമോട്ട് കിടക്കുന്നു. ഇത് ഏതിൻ്റെ റിമോട്ട്? ഇത് സ്റ്റീരിയോയുടെ റിമോട്ടാണ്. ഓടുക നോക്കാം. മ്യൂട്ട്. ഇത് വർക്കാവുന്നില്ല. വർക്കാവുന്നുണ്ട്. പിടിച്ചിരി ലൂസായോണ്ടായിരുന്നു, അതൊന്ന് സെറ്റ് ചെയ്ത് പാതി നിർത്തിക്കഴിഞ്ഞാൽ ഇത് കേൾക്കുന്നുണ്ട്. അത് ഈ സാധനത്തിനകത്താണ് കേൾക്കുന്നത്. നമ്മൾ സ്റ്റീരിയോ മാത്രമേ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ ലൗഡ് ഓണാണ്. നമുക്ക് ലൗഡ് അങ്ങ് ഓഫ് ചെയ്യാം. ലൗഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. മ്യൂട്ട് മാറ്റാം. ഇത് 600 രൂപയ്ക്ക് വാങ്ങിച്ചാൽ നമ്മൾ സ്റ്റീരിയോ ആണ്. പക്ഷേ 600 രൂപയ്ക്ക് സാധനം കൊള്ളാം. നമുക്ക് ലൈറ്റായിട്ട് കണ്ടോ